പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. കാരപ്പറ്റ സ്വദേശി നേഘ സുബ്രഹ്മണ്യനാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. നേഘയെ ഭർത്താവ് പ്രദീപ് മർദ്ദിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എന്താണ് നേഘയുടെ കുടുംബം ഈ മരണത്തിൽ ദുരൂഹത ഉന്നയിക്കാൻ കാരണം? ദിവ്യ, ഇന്ന് പുലർച്ചെയാണ് ഈ നെഗ എന്ന 25 വയസ്സുകാരി മരിച്ചു എന്ന് പറഞ്ഞ് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ, ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. തുടർന്ന് ഈ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ. ഇതിന് കാരണം ഈ മരണത്തിലൊരു ദുരൂഹത ആശുപത്രി അധികൃതർ സംശയിക്കുന്നുണ്ട്. കാരണം അവരുടെ കഴുത്തിൽ ഉൾപ്പെടെ പാടുകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ കഴുത്തിൽ പാടുകൾ കാണുന്നത്. ഇതേ തുടർന്ന് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ഈ പ്രദീപ് എന്ന ഇവരുടെ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ഈ യുവതിയുടെ ഭർത്താവ് പ്രദീപിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവരുടെ കുടുംബം, ഈ നെഗയുടെ കുടുംബം, ഈ ഭർത്താവ് പലപ്പോഴായി മർദ്ദിക്കാറുണ്ട്, മാനസികവും ശാരീരികവുമായി ഉള്ള പ്രയാസപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. യെസ്, നമുക്ക് നേഹയുടെ ബന്ധുക്കളുടെ പ്രതികരണം കൂടി കാണാം. രാത്രി ഒരു 11 മണിക്കാണ് അവിടുന്ന് വിളിച്ചിട്ട് ബെഡ്റൂമിൽ മയങ്ങി കിടക്കണോ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞങ്ങൾ ആശുപത്രിയിലെത്തി. അപ്പോഴേക്കും മരിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ കഴുത്തിൽ ചെറിയ പാടുകളായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്നിട്ട് അവൻ 12 മണിക്ക് വിളിച്ചിട്ട് അമ്മ ഞാൻ പ്രദീപാണ്, എന്താണ് പപ്പി മയങ്ങി, അത് ആശുപത്രി ആലത്തൂര് അസീസിയിലാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ ചെയ്ത് എന്റെ മകളിനെ ഞാൻ അപ്പൊ ചോദിച്ചു. അപ്പം ഫോണ് കട്ടാക്കി. കൊന്നതാണ് എന്റെ മകളിനെ. എന്റെ മകള് ഒരിക്കലും ചെയ്യില്ല, എന്റെ മകള്